ഹലോ യാത്രി വ്ളോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ബ്ലീച്ച് ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഒരു ബാൻഡ് എടുത്തിട്ട് ഹെയർ ബാക്കിലോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹെയറൊക്കെ ഉണ്ടല്ലോ, അത് ഇനി മുന്നോട്ട് വന്നിട്ട് ഇനി ബ്ലീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പിന്നെ ഞാനൊരു നമ്മുടെ ഓയിലുണ്ടല്ലോ, വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിലും പിന്നെ കണ്ണിൻ്റെ പീലിയിലും ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ മുഖത്തും അവിടെ എവിടെയും ഒന്നും ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ സാധാരണ ഓക്സി ലൈഫിൻ്റെ ബ്ലീച്ചാണ് സാധനം ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഫേവറേറ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്ത് പിന്നെ നമ്മുടെ ഒരു പൗഡർ, ഇത് ക്രീമാണ്. ഇത് ക്രീമും പിന്നെ പൗഡറും പിന്നെ ഇതിൻ്റെ ഒരു സ്പൂണും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പേപ്പറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ക്രീം. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒറ്റ യൂസിന് വേണ്ടിയുള്ളതാണ്. ചെറിയ പാക്കിനെങ്ങാണ്ട് 45 റുപ്പീസോ 42 റുപ്പീസ് എന്തോ ആണ്. അപ്പോൾ ഞാനിത് ഫുൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട, എക്സ്പയറി ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ ഞാനത് ഫുള്ള് വേണമെങ്കിൽ ഇടാം. ചിലരിത് ഫുൾ ഇടാറുണ്ട്, പക്ഷേ എനിക്ക് അത് ഇഷ്ടമല്ല ഫുൾ ഇടുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നും. അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനൊരു 1/4 ഭാഗം അതെടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇച്ചിരി ജസ്റ്റ് ഒന്ന് പറന്നു പോയത്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തുമ്പോൾ അതിനകത്ത് തരി പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തോ. കൈയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി അത് വേണില്ലാത്തൊരു കുഴപ്പമില്ല, സ്പൂണിലും ചെയ്യാം. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കുറച്ച് ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും രോമത്തിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതൊരു 10 to 40 മിനിറ്റ്സോ 10 to 15 മിനിറ്റ്സ് ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം. ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും റിയാക്ഷനൊന്നും ഇല്ല. ഞാൻ മുമ്പ് അത് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് റിയാക്ഷനൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തതാണ്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാനത് സ്പൂൺ എടുത്ത് മാറ്റി കേട്ടോ. എനിക്ക് സ്പൂൺ ഇഷ്ടമല്ല, ഞാൻ കൈ വെച്ചാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ഇതിൽ ഡാർക്കായിട്ടുള്ളവർക്കാണെങ്കിൽ എങ്ങാണ്ട് 5 മിനിറ്റ്സും അത് ചെക്ക് ചെയ്യണം കേട്ടോ, 5 മിനിറ്റ്സ്. പിന്നെ ഒരു മീഡിയം സ്കിൻ ടോൺ ആയിട്ടുള്ളവർക്ക് 10 മിനിറ്റ്സും പിന്നെ ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക് 15 മിനിറ്റ്സും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും അത് വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ മുഖം എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തു. എനിക്ക് നന്നായിട്ട് മീശാൻ്റെ അവിടെയൊക്കെ നന്നായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്തു. പിന്നെ ഹെയറിൽ മുടീൻ്റെ അങ്ങോട്ടൊന്നും ശരിക്കും ആവാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ചെവിയിലും കഴുത്തിലും നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം, കാരണം കളർ ഡിഫറൻസ് അറിയും. ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. 10 to 15 മിനിറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇനി എൻ്റെ ആയി ഉണങ്ങിയിട്ടുണ്ട്. ഞാനത് വാഷ് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പോസ്റ്റ് ക്രീമാണത്. ആ ക്രീം ഞാൻ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്ത് നന്നായിട്ട് ചെയ്യണം, ചെവിയിലും കഴുത്തിലും ഒക്കെ ചെയ്യണം. നമ്മുടെ എവിടെയാണോ ഉള്ളത് അതെല്ലാം നമ്മൾ എവിടെ തേച്ചിട്ടുണ്ടോ അവിടെയല്ല. എന്നിട്ട് നന്നായിട്ട് മേലോട്ട് ചെയ്ത് കൊടുക്കണം, താഴോട്ട് ചെയ്യരുത്, മേലോട്ട് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.